എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിന്റെ 1ാം അധ്യായമായ സമവാക്യ ജോഡികളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സൊല്യൂഷൻ പാർട്ട് 3 ആണ് ഇത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഇന്നത്തെ ആദ്യത്തെ ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. ഭാനുവിന്റെ പ്രായത്തിന്റെ 4 മടങ്ങ് അരുണിന്റെ പ്രായത്തേക്കാൾ 20 വയസ്സ് കൂടുതലാണ്. അരുണിന്റെ പ്രായത്തിന്റെ 1/3 ഭാനുവിന്റെ പ്രായത്തേക്കാൾ 2 കുറവാണ്. സമവാക്യങ്ങൾ എഴുതി രണ്ടുപേരുടെയും പ്രായം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഭാനുവിന്റെ പ്രായം x എന്നും അരുണിന്റെ പ്രായം y എന്നും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സമവാക്യം എന്തായിരിക്കും? ഭാനുവിന്റെ പ്രായം x, അരുണിന്റെ പ്രായം y. സമവാക്യം 1, ഇവിടെ നിന്ന് നമുക്ക് ഭാനുവിന്റെ പ്രായത്തിന്റെ 4 മടങ്ങ് 4x എന്തിനു തുല്യമാണ്? അരുണിന്റെ പ്രായത്തേക്കാൾ 20 വയസ്സ്, y പ്ലസ് 20. അപ്പോൾ നമുക്ക് സമവാക്യം 1 4x y പ്ലസ് 20 എന്ന് കിട്ടും. ഇത് നമുക്ക് 4x മൈനസ് y 20 എന്ന് എഴുതാമല്ലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി പറയുന്നത് എന്താണ്? അരുണിന്റെ പ്രായത്തിന്റെ 1/3. അപ്പോൾ വൈയുടെ 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? y ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1/3. അത് എന്തിനു തുല്യമാണ്? ഭാനുവിന്റെ പ്രായത്തേക്കാൾ 2 കുറവാണ്. ഭാനുവിന്റെ പ്രായം x, അതിനേക്കാൾ 2 കുറവാണ്. ഓക്കെ, x മൈനസ് 2. ശരിയല്ലേ? അപ്പം നമുക്ക് സമവാക്യം 2 എന്തെഴുതാം? y ഇൻറ്റു 1/3 സമം x മൈനസ് 2. ഇത് നമുക്ക് y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു 2 അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ y എന്തായിരിക്കും? 3x മൈനസ് 6 ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് ഇത് സമവാക്യം 2. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സമവാക്യം 1 ഉപയോഗിച്ചാലോ? സമവാക്യം 2 y-യുടെ വില 1 ഉപയോഗിക്കുമ്പോൾ നാല് എക്സ് മൈനസ് ഇതെന്തായിരിക്കും? 3x മൈനസ് 6, അത് 20 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് 4x മൈനസ് 3x x ആണ്, പ്ലസ് 6 20 എന്ന് കിട്ടും. അപ്പോൾ x 20 മൈനസ് 6 അതായത് 14 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് x 14 ആയാൽ നമ്മുടെ സമവാക്യം 2 പ്രകാരം y എന്ന് പറയുന്നത് 3 ഇൻറ്റു 14 മൈനസ് 6. അപ്പോൾ 42 നിന്നും 6 പോയാൽ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് y എന്ത് കിട്ടി? 36 കിട്ടി. അപ്പോൾ ആയതുകൊണ്ട്
ഭാനുവിൻ്റെ പ്രായം 14-ഉം അരുണിൻ്റെ പ്രായം എത്രയാണ്? 36-ഉമാണ്. ഓക്കെ. അപ്പോൾ പ്രായങ്ങൾ 14-ഉം 36-ഉം. അതുപോലെ സമവാക്യങ്ങൾ 4x മൈനസ് y 20-ഉം. അതേപോലെ രണ്ടാമത്തെ സമവാക്യം y എത്രയാണ് നമ്മൾ എഴുതിയത്? y സമം 3x മൈനസ് 6. ഓക്കെ. ഇത് ഒരു 2 സ്കോറിൻ്റെ ചോദ്യമായിരുന്നു. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കാം. 2 സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക 48 സെൻറ്റിമീറ്റർ. 2 സമചതുരങ്ങൾ വേണം. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. ഇത് ഒന്നാമത്തെ സമചതുരം. ഇനി രണ്ടാമത്തെ സമചതുരം കുറച്ചുകൂടി വലുതാണല്ലോ. ഇത് പക്ഷേ ചതുരമായി പോയി കോട്ടെ. ഇനി 2 സമചതുരങ്ങളുടെ ചുറ്റളവുകളുടെ തുക 48. ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം മറ്റേ സമചതുരത്തിൻ്റെ വശത്തേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം എക്സും വൈയും ആയാൽ സമവാക്യങ്ങൾ എഴുതുക. ഇതിൻ്റെ വശത്തിൻ്റെ നീളം എക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഇത് സമചതുരാക്കാൻ നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് അതെത്രയായിരിക്കും? ഒരു ചതുരത്തിൻ്റെ ചതുരമല്ല സമചതുരം. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വശത്തിൻ്റെ 4 ഇരട്ടി ആയിരിക്കും. അപ്പോൾ 4x എന്ന് കിട്ടും. രണ്ടാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവോ? 4y ആയിരിക്കും. ഇനി ഒന്നാമത്തെ നിഗമനം പ്രകാരം ചുറ്റളവുകളുടെ തുക 48 ആണ്. അപ്പോൾ നമുക്ക് ഒന്നാം സമവാക്യം 4x പ്ലസ് 4y അത് 48 ആയിരിക്കും. ഇതിൽ നിന്നും നമുക്ക് x പ്ലസ് y 12 എന്ന് കിട്ടും. അതായത് 4 കൊണ്ട് ഹരിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത് പറയുന്നത് ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം മറ്റേ സമചതുരത്തിൻ്റെ വശത്തേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? രണ്ടാമത്തെ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം y എന്ന് പറയുന്നത് ഒന്നാമത്തെ വശത്തിൻ്റെ നീളമായ എക്സിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ y സമം x പ്ലസ് 2 എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഓക്കെ. ഇനി നമുക്ക് ഇത് y x പ്ലസ് 2 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാലോ? അപ്പോൾ നമുക്ക് x പ്ലസ് വൈക്ക് പകരം x പ്ലസ് 2 എന്ന് എഴുതാം. അത് 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് 2x പ്ലസ് 2 12 എന്ന് കിട്ടും. അതിൽ നിന്നും 2x 10 ആണെന്ന് കിട്ടും. 12 മൈനസ് 2 10.
അപ്പോൾ എക്സ് എന്തായിരിക്കും? 10/2, അതായത് 5 ആയിരിക്കും. ഇനി എക്സ് 5 ആയാൽ സമവാക്യം 2 പ്രകാരം y എന്തായിരിക്കും? 5+2, അതായത് y 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമായി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? വശങ്ങളുടെ നീളം 5ഉം 7ഉം കിട്ടും. ഇനി സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? x+y 12 എന്ന് പറയുന്നത് ഒന്നാമത്തെ സമവാക്യവും y x+2 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യവും. ഓക്കെ, ഇത് ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആദ്യത്തെ സമചതുരത്തിന്റെ നീളം 5 ആയതുകൊണ്ട് നമുക്ക് ചുറ്റളവ് എത്ര കിട്ടും? 5 × 4 20. രണ്ടാമത്തതിന്റെ വശം 7 ആയതിനാൽ ചുറ്റളവ് 7 × 4 28. അത് രണ്ടും കൂട്ടിയാൽ 48. അപ്പോൾ ഒന്നാമത്തെ നിഗമനം ശരിയാണ്. രണ്ട് സമചതുരങ്ങളുടെ ചുറ്റളവുടെ തുക 48. ഇനി ഒരു സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 7 ആണ്. അത് 5നേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ നിഗമനവും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതായത് 20ാമത്തെ ചോദ്യം. അതിലെന്താണ് പറയുന്നത്? 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്റ്റീൽ കമ്പി മടക്കി ചതുരമാക്കുന്നു. അപ്പോൾ 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട് ഇവിടെ. അതിനെ മടക്കിയിട്ട് ഒരു ചതുരമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്തായിരിക്കും? 20 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ എന്ന് മനസ്സിലാക്കാം. അത് നമ്മൾ നോട്ട് ചെയ്തു. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം മറ്റേ വശത്തിന്റെ നീളത്തേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ചെറിയ വശം ഇതാണല്ലോ, അത് നമുക്ക് x ആണെന്ന് എടുക്കാം. അപ്പോൾ മറ്റേത് y ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 4 കൂടുതലാണ്. x+4 ആയിരിക്കും. വശങ്ങൾ xy വീതമായാൽ സമവാക്യങ്ങൾ എഴുതുക. വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ വശങ്ങൾ എക്സും വൈയും ആണ് നമ്മൾ ചോദ്യത്തിൽ നിന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം എഴുതണ്ട. അപ്പോൾ ചെറിയ വശം എക്സും വലിയ വശം വൈയുമാണ്. അപ്പോൾ വലിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ചെറുതിനേക്കാൾ 4 മീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി സമവാക്യങ്ങൾ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം എഴുതാൻ നമ്മൾ എന്ത് ചെയ്തു? ചതുരത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × നീളം പ്ലസ് വീതിയാണല്ലോ, അതായത് x+y. അതെത്രയാണ്? 20 ആണ്. ഇതിൽ നിന്നും x+y എന്ത് കിട്ടും? 20/2, അതായത് x+y 10 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ സമവാക്യം എന്താണ് പറയുന്നത്? ഒരു വശം, അതായത് y രണ്ടാമത്തെ വശത്തേക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ y = x+4 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യം. ഇനി നമുക്ക് y x+4 എന്ന് സമവാക്യം 1 ഉപയോഗിച്ചാൽ x+4 എന്നുള്ളത് 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സും എക്സും 2x, 2x+4
10 എന്നും 2x 10 മൈനസ് 4 അതായത് 6 ആണെന്നും കിട്ടും. അതിൽ നിന്നും x 6/2 സമം 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് x 3 എന്ന് കിട്ടും. ഇനി x 3 ആയാൽ y എന്തായിരിക്കും? y എന്ന് പറയുന്നത് x പ്ലസ് 4 എന്നിവിടെ അറിയാം. അപ്പോൾ 3 പ്ലസ് 4 അതായത് 7 ആയിരിക്കും. അപ്പോൾ x 3 y 7. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണോ നോക്കാം. വശങ്ങളുടെ നീളം 3ഉം 7ഉം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 3ഉം 7ഉം 10, 10ൻ്റെ ഇരട്ടി 20. ശരിയാണ്, 2 മടങ്ങ് 20. ഇനി ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 7 എന്ന് പറയുന്നത് രണ്ടാമത്തെ വശമായ 3നേക്കാൾ 4 കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ്, രണ്ട് നിഗമനങ്ങളും ശരിയായ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? വശങ്ങളുടെ നീളം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ വശങ്ങളുടെ നീളം 3ഉം 7ഉം ആയിരിക്കും. ഓക്കെ, ഇനി 21ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. ഇതാണ് 21ാമത്തെ ചോദ്യം. അതിൽ പറയുന്നത് ഒരു മട്ടത്രികോണത്തിൻ്റെ ന്യൂനകോണുകൾ തമ്മിലുള്ള വ്യത്യാസം 50 ഡിഗ്രി. ന്യൂനകോണുകൾ എക്സ് വൈ വീതമായാൽ സമവാക്യം എഴുതി കോണുകൾ കണക്കാക്കുക. അപ്പോൾ ഒരു മട്ടത്രികോണം, ഇതാണ് മട്ടത്രികോണം. ഇനി മട്ടത്രികോണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോണിന്റെ അളവ് കിട്ടിയില്ലേ? 90 ഡിഗ്രി. കോണുകൾ കണക്കാക്കുക എന്ന് പറയുമ്പോൾ ഒരു കോണ് മട്ടകോണായിരിക്കും, അപ്പോൾ 90 ഡിഗ്രി. ഇനി ന്യൂനകോണുകൾ, രണ്ട് ന്യൂനകോണുകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ട് ന്യൂനകോണുകളുടെയും തുക എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അതിൽ മട്ടത്രികോണത്തിന്റെ കോണളവ് 90ആണ്. മട്ടകോണിന്റെ അളവ് 90ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ന്യൂനകോണുകളാണ് ഉണ്ടാവുക. അത് എക്സും വൈയും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം എന്തായിരിക്കും? മട്ടത്രികോണത്തിലെ, ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, മട്ടത്രികോണത്തിലെ ന്യൂനകോണുകളുടെ തുക തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും. അത് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. കാരണം 3 കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്, ഒരു കോണ് 90ആണ്. അപ്പോൾ ബാക്കിയുള്ള രണ്ട് കോണുകളുടെ തുക എന്തായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സമവാക്യം എഴുതാം. ഓക്കെ, എന്തായിരിക്കും ആ സമവാക്യം എന്ന് നോക്കൂ. ആ സമവാക്യം ന്യൂനകോണുകൾ എക്സും വൈയും ആണ്. അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ 90 എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സമവാക്യം എന്താണ്? ഒരു മട്ടത്രികോണത്തിന്റെ ന്യൂനകോണുകളുടെ വ്യത്യാസം 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സമവാക്യം 2.
എക്സ് മൈനസ് വൈ 50. ഓക്കെ, അപ്പൊ രണ്ട് സമവാക്യം ആയില്ലേ? ഇനി അവരെ ഒന്ന് കൂട്ടി നോക്കൂ. സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂട്ടുമ്പോൾ y ക്യാൻസൽ ആയി പോവും. അപ്പോൾ 2x 140 എന്ന് കിട്ടും. 90 പ്ലസ് 50. ഇതിൽ നിന്നും x 140/2 എത്രയാണ്? 70 എന്ന് കിട്ടും. അപ്പോൾ ഒരു ന്യൂനകോണിന്റെ അളവ് 70 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ്? x 70 ആയാൽ x പ്ലസ് y, അതായത് 70 പ്ലസ് y 90 ആണ്. ഇതിൽ നിന്നും y 90 മൈനസ് 70, അതായത് y-യുടെ വില 20 ആണ് എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ന്യൂനകോണുകളുടെ അളവുകൾ 70 ഡിഗ്രിയും 20 ഡിഗ്രിയുമാണ്. അപ്പോൾ ത്രികോണത്തിന്റെ 3 കോണുകളും എങ്ങനെ എഴുതാം? 90 ഡിഗ്രി, പിന്നെ 70 ഡിഗ്രി, അതുപോലെ 20 ഡിഗ്രി. സമവാക്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ സമവാക്യം ന്യൂനകോണുകളുടെ തുക 90, പിന്നെ അവയുടെ വ്യത്യാസം 50. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? മട്ടത്രികോണത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തത്. നമുക്കിനി അടുത്ത ചോദ്യം പോയാലോ? ഇതാണ് അടുത്ത ചോദ്യം, 22ാമത്തെ ചോദ്യം. ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 5. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x, പത്തുകളുടെ സ്ഥാനത്തെ അക്കം y ആയാൽ സമവാക്യങ്ങൾ എഴുതുക, സംഖ്യ കണക്കാക്കുക. അപ്പോൾ നമ്മുടെ സംഖ്യ എന്തായിരിക്കും? രണ്ടക്ക സംഖ്യയാണല്ലോ. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനം ഉണ്ടാവും, 10ന്റെ സ്ഥാനം ഉണ്ടാവും. അപ്പോൾ 10ന്റെ സ്ഥാനത്തുള്ളതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10ന് 10ാം സ്ഥാനം ആരാ? y ആണ്. y കൊണ്ട് ഗുണിക്കുമ്പോൾ 10y. അതിനെ 1ാം സ്ഥാനത്തുള്ള അക്കം കൊണ്ട് കൂട്ടുക, x കൊണ്ട് കൂട്ടി. അപ്പോൾ 10y പ്ലസ് x ആയിരിക്കും നമ്മുടെ സംഖ്യ. ഇനി ഒന്നാമത്തെ സമവാക്യം എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന നിഗമനം എന്താണ്? രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 5. അപ്പോൾ നമുക്ക് എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടില്ലേ? അതായിരിക്കുമല്ലോ നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x പത്തുകളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. x y-യേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സമവാക്യം എന്തായിരിക്കും? x സമം y മൈനസ് 1. ഇതിൽ നിന്നും x മൈനസ് y, അല്ല തെറ്റി, x y-നേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ y പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് x മൈനസ് y എന്താണ്? 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. ഓക്കെ, ഇനി ഈ രണ്ട് സമവാക്യങ്ങളും ഒന്ന് കൂട്ടി നോക്കൂ. സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂട്ടിയാൽ y ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2x 5 പ്ലസ് 1 6 എന്ന് കിട്ടും. ഇതിൽ നിന്നും x 6/2, അതായത് x 3 ആണ് എന്ന് കിട്ടും. ഓക്കെ, ഇനി x 3 ആയാൽ ഇവിടെ നമുക്ക് 3 പ്ലസ് y 5 എന്ന് എഴുതാം. ഇതിൽ നിന്നും y 5 മൈനസ് 3 2 ആണ് എന്ന് കിട്ടും. അപ്പോൾ x 3 എന്നും y 2 എന്നും കിട്ടിയാൽ നമ്മുടെ സംഖ്യ എന്തായിരിക്കും?
സംഖ്യ 10 ഇൻറ്റു വൈ, അതായത് 10 ഇൻറ്റു 2 പ്ലസ് 3, അതായത് 23 ആയിരിക്കും സംഖ്യ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ സംഖ്യ 23, സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എക്സ് പ്ലസ് വൈ 5 എന്നുള്ളത് ഒന്നാമത്തെ സമവാക്യം, എക്സ് മൈനസ് വൈ 1, എക്സ് പ്ലസ് വൈ 5, എക്സ് മൈനസ് വൈ 1 എന്നുള്ളത് രണ്ടാമത്തെ സമവാക്യം. ഇനി ഈ 23-ല് രണ്ടക്കങ്ങളും കൂട്ടിയാൽ നമുക്ക് 5 കിട്ടുന്നുണ്ട്. അപ്പം ഇത് ശരിയാണ്. 10ാം സ്ഥാനത്തുള്ള അക്കത്തേക്കാൾ 1 കൂടുതലാണ് 3. അപ്പോൾ 2 + 1 ആണ് 3. അപ്പോൾ രണ്ട് നിഗമനങ്ങളും ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവും ശരിയായിരിക്കും. ഓക്കെ, നമുക്കിനി 23ാമത്തെ ചോദ്യം നോക്കിയാലോ? എക്സ് 5 രൂപ നാണയങ്ങളും വൈ 10 രൂപ നാണയങ്ങളും ചേർന്നാൽ 80 രൂപയുണ്ട്. എക്സ് 10 രൂപ നാണയങ്ങളും വൈ 5 രൂപ നാണയങ്ങളും ചേർന്നാൽ നമുക്ക് 70 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ സമവാക്യങ്ങൾ എഴുതുക. എന്നിട്ട് എത്ര 5 രൂപ നാണയങ്ങൾ ഉണ്ടെന്നും എത്ര 10 രൂപ നാണയങ്ങൾ ഉണ്ടാവുമെന്നും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സമവാക്യം എങ്ങനെ എഴുതാം? എക്സ് 5 രൂപ നാണയങ്ങൾ, അപ്പോ 5x എന്ന് എഴുതാം. 10 രൂപ നാണയങ്ങൾ y എണ്ണം ഉണ്ട്, അപ്പൊ 10y ആയിരിക്കും അതിന്ന് കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും ചേരുന്ന സമയത്ത് 80 രൂപ. അപ്പൊ നമുക്ക് കൂട്ടല്ലേ വേണ്ടേ? അപ്പോ 5x പ്ലസ് 10y 80 എന്നാണ് കിട്ടുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? 5 കൊണ്ട് ഹരിച്ചു നോക്കൂ. എക്സ് പ്ലസ് 2y 16 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ നിഗമനം, 10 രൂപ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട്? എക്സ് എണ്ണം. അപ്പോ എത്ര രൂപ ഉണ്ടാവും? 10 ഇൻറ്റു എക്സ് 10x. 5 രൂപ നാണയങ്ങൾ y എണ്ണമാണ്, അപ്പൊ നമുക്ക് 5y ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ തുക എന്ന് പറഞ്ഞാൽ 70 രൂപയാണെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ സമവാക്യം 2. അപ്പോൾ സമവാക്യം 2 നമുക്ക് 10x പ്ലസ് 5y 70 എന്ന് എഴുതാം. ഇതിനി നമുക്ക് 5 കൊണ്ട് ഹരിക്കാമല്ലോ. 5 കൊണ്ട് ഹരിച്ചാൽ ഇതെന്താവും? 2x പ്ലസ് y 14 എന്ന് കിട്ടും. അത് സമവാക്യം 2 എന്ന് എഴുതാം. ഇവിടെ എക്സിന്റെ ഗുണകങ്ങൾ തുല്യമല്ല, വൈയുടെ ഗുണകങ്ങളും തുല്യമല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ സമവാക്യത്തിൽ എക്സിന്റെ ഗുണകം 2 ആക്കണം. അപ്പോൾ രണ്ടും തുല്യമാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി സമവാക്യം 1-നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ സമവാക്യം 1-നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ് 2x ആവും. 2 ഇൻറ്റു 2 4, അപ്പൊ 4y. ഇനി 16-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 32. ഇത് നമുക്ക് സമവാക്യം 3 എന്ന് എഴുതാം. ഇപ്പോൾ സമവാക്യം 2-ൽ എക്സിന്റെ ഗുണകം 2 ആണ്. സമവാക്യം 3-ൽ എക്സിന്റെ ഗുണകം 2 ആണ്. അത് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കുറയ്ക്കണം. അപ്പൊ കുറയ്ക്കാൻ വേണ്ടി ഏത് കുറയ്ക്കാം? 4y-ൽ നിന്നും y കുറയ്ക്കുമ്പോൾ 32-ൽ നിന്നും 14 കുറയ്ക്കണം. അപ്പോൾ സമവാക്യം 3-ൽ നിന്നും സമവാക്യം 2 കുറച്ചാൽ എന്ത് കിട്ടും? 2x-ഉം 2x-ഉം ക്യാൻസൽ ആവും. 4y-ൽ നിന്ന് y കുറച്ചാൽ 3y കിട്ടും. 32-ൽ നിന്നും 14 കുറച്ചാൽ
18 കിട്ടുക. അപ്പൊ 3y 18. ഇതിൽ നിന്നും നമുക്ക് y എന്ത് കിട്ടും? 18/3, അതായത് y 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി y 6 ആയാൽ സമവാക്യം 1 നിന്നും x പ്ലസ് 2y 2 × 6 സമം 16, അതായത് x പ്ലസ് 10 16 എന്നും സമവാക്യം 1 നമുക്ക് ഉള്ളത് x പ്ലസ് 2 × 6 16. അപ്പോൾ x പ്ലസ് 2 × 6 എത്രയാണ്? 12 ആണ്. സോറി, അപ്പൊ 16 എന്ന് കിട്ടും. അതിൽ നിന്നും x 16 മൈനസ് 12, അപ്പൊ നമുക്ക് x 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ എന്താണ്? 4 5 രൂപ നാണയങ്ങളും 6 10 രൂപ നാണയങ്ങളുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് അവസാനം എടുത്തെഴുതാം. അപ്പോൾ ഓരോ തരത്തിലുമുള്ള എത്ര നാണയങ്ങൾ ഉണ്ടാകും? 5 അല്ല 4, എക്സിന്റെ വാല്യൂ 4. അപ്പൊ 4 5 രൂപ നാണയങ്ങൾ, പിന്നെ 6 10 രൂപ നാണയങ്ങൾ, സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാം സമവാക്യം x പ്ലസ് 2y 16, രണ്ടാം സമവാക്യം 2x പ്ലസ് y 14. ഓക്കെ, ഇത് മതി. നമ്മൾ പിന്നെ രണ്ടാമത്തേന് പിന്നെ മാറ്റി എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 സമവാക്യങ്ങള്. പിന്നെ 5 രൂപ നാണയങ്ങള് 4 എണ്ണവും 10 രൂപ നാണയങ്ങള് 6 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ആകെ എത്ര രൂപ ഉണ്ടാവും? 5 × 4 20, ഇവിടുന്ന് 60 രൂപയും, അപ്പൊ 80 റുപ്യ ഉണ്ടാവും. അത് ശരിയാണ്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? 10 രൂപ നാണയങ്ങളും 5 രൂപ നാണയങ്ങളും, അതായത് ഇവിടെ x സമം 4, ഇവിടെ നമുക്ക് ഇതല്ല എഴുതേണ്ടത്, നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് x 4 എന്നും y 6 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും? ആദ്യത്തെ കേസില്, ആദ്യത്തെ നിഗമനത്തിൽ 4 5 രൂപ നാണയങ്ങളും 10 രൂപ നാണയങ്ങളുമാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ നിഗമനത്തില് 6 10 രൂപ നാണയങ്ങളും 5 4 5 രൂപ നാണയങ്ങളുമായിരിക്കും ഉണ്ടാവുക. നേരത്തെ എഴുതിയതും ശരി തന്നെയാണ്. ഓക്കെ, അല്ല ആദ്യത്തേതില് ഓക്കെ ശരിയാണ്. 4 × 5ഉം 6 × 10ഉമാണ്. അതായത് 4 5 രൂപയും 6 10 രൂപയും. അപ്പൊ നമുക്ക് 80 രൂപ കിട്ടും. രണ്ടാമത്തേതില് നമുക്ക് 4 10 രൂപയും അതേപോലെ 6 5 രൂപയുമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് 20ഉം 30ഉം 70. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? x 4 എന്നും y 6 എന്നുമാണ് എഴുതേണ്ടത്. അല്ലാതെ 4 5 രൂപയും 6 10 രൂപയും എന്നല്ല എഴുതേണ്ടത്. കാരണം എന്താ? ഇത് ഒന്നാമത്തെ നിഗമനത്തിൽ 4 5 രൂപ 6 10 രൂപ,
രണ്ടാമത്തെ നിഗമനത്തിൽ ഇത് തിരിച്ചാണ് വരുന്നത്. ഓക്കെ, 4 10 രൂപയും 6 5 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് 4 വൈ 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം എടുത്തെഴുതുമ്പോൾ രണ്ട് കണ്ടീഷനും അവിടെ പ്രത്യേകം പറയണം. ആദ്യത്തെ നിഗമനത്തിൽ 4 5 രൂപ നാണയങ്ങളും 6 10 രൂപ നാണയങ്ങളുമാണുള്ളത്. രണ്ടാമത്തെ നിഗമനത്തിൽ 4 10 രൂപയും 6 5 രൂപയുമാണുള്ളത് എന്ന് എഴുതണം. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉത്തരം എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചെഴുതുക. ഓക്കെ, ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇത് അപ്പോൾ 23ാമത്തേത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇതാണ് 24ാമത്തെ ചോദ്യം. 24ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? ഒരു വസ്തു നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നു. u മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലെ അതിൻ്റെ സഞ്ചാരം ആരംഭിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ u മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വേഗത, തുടക്ക വേഗത. ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് വീതം വേഗത വർദ്ധിക്കുന്നു. അപ്പോൾ വേഗത വർദ്ധിക്കുന്ന നിരക്കാണ് a മീറ്റർ പെർ സെക്കൻഡ്. t സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത v സമം u പ്ലസ് at ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു സമവാക്യം t സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത, t സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത അത് v, അത് എത്രയാണ്? u പ്ലസ് at ആണ്. ഓക്കെ, ഇനി 4 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത 40 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അത് എഴുതാം. 4 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത v ആണ്. അത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി തന്നിരിക്കുന്നത് എന്താണ്? 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത. ഓക്കെ, ഞാൻ കുറച്ച് താഴെയിട്ട് എഴുതാണ്. 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത v എന്ന് പറയുന്നത് 64 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സമവാക്യങ്ങൾ രൂപീകരിച്ച് യുവിനെയും എയും കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ടി സെക്കൻഡിലുള്ള വേഗത u പ്ലസ് at എന്നറിയാം. അപ്പൊ 4 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ടിക്ക് 4 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? u പ്ലസ് at, a ഇൻറ്റു ടിക്ക് പകരം 4, അത് 40. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? u പ്ലസ് 4a 40 എന്നെഴുതാം. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, ഇനി u പ്ലസ് at-യില് ടിക്ക് 10 കൊടുത്താൽ നമുക്ക് 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള വേഗത കിട്ടില്ലേ? അപ്പോൾ u പ്ലസ് a ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 64 ആയിരിക്കും. ഇതിൽ നിന്നും u പ്ലസ് 10a 64 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇനി ഒന്നാമത്തെ സമവാക്യത്തിലും രണ്ടാമത്തെ സമവാക്യത്തിലും യുവിന്റെ ഗുണകം തുല്യമാണ്. അപ്പോൾ രണ്ടാമത്തെ സമവാക്യത്തിനെ ഒന്നാമത്തെ സമവാക്യത്തിൽ നിന്നും കുറച്ചാൽ എന്ത് കിട്ടും? 10a മൈനസ് 4a 6a. 6a എന്ന് പറയുന്നത് 64 മൈനസ് 40, അതായത് 24 എന്ന് കിട്ടും. ഇതിൽ നിന്നും a 24/6 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി a 4 ആയാൽ സമവാക്യം 1 ഉപയോഗിച്ച് നമുക്ക് എന്തെഴുതാം? u പ്ലസ് 4 ഇൻറ്റു 4 40 എന്ന് എഴുതാം.
അപ്പോൾ എന്ത് കിട്ടും? u പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 40 എന്ന് കിട്ടും. ഇതിൽ നിന്നും u 40 മൈനസ് 16 എന്നും 24 എന്നും കിട്ടും. ഓക്കെ, അപ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് വേഗത, അതായത് ആദ്യത്തെ വേഗത 24ഉം പിന്നെ ഓരോ സെക്കൻഡിലും കൂടുന്ന വേഗത 4ഉമാണ്. അപ്പൊ ഇവിടെ നമുക്ക് യുവിന്റെ വില 24 മീറ്റർ പെർ സെക്കൻഡ് എന്നും എയുടെ വില 4 മീറ്റർ പെർ സെക്കൻഡ് എന്നും കിട്ടും. നമ്മുടെ സമവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ സമവാക്യം u പ്ലസ് 4a 40 എന്നും രണ്ടാമത്തെ സമവാക്യം u പ്ലസ് 10a 64 എന്നുമാണ്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഇതൊന്ന് കൊടുത്തു നോക്കൂ. 24 പ്ലസ് 4 × 4 16 40 ശരിയാണ്. ഇനി ഇവിടെ 24 പ്ലസ് 10 × 4 40, അപ്പോൾ 64 കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ശരിയായിരിക്കും. ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഫിസിക്സിലെ സമവാക്യ ചലനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അതിന് നമുക്ക് ഗണിത രൂപത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഒരു ചോദ്യം കൂടി ചെയ്യാം. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതൊരു കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യമാണ്. x പ്ലസ് y 16 y പ്ലസ് z 14 x പ്ലസ് z 10. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x പ്ലസ് y പ്ലസ് z കണ്ടുപിടിക്കണം. അതേപോലെ എക്സിനെയും വൈനെയും സെഡിനെയും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 3 ചരങ്ങളും 3 സമവാക്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എക്സ് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം. വൈ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. സെഡ് എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ ഈ 3 സമവാക്യങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാവരും 2 പ്രാവശ്യമാണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് സമവാക്യം 1 കൂട്ടണം സമവാക്യം 2 കൂട്ടണം സമവാക്യം 3. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എക്സും എക്സും 2x, വൈയും വൈയും 2y, സെഡും സെഡും 2z. അതെന്ന് പറയുമ്പോൾ 16 പ്ലസ് 14 പ്ലസ് 10 ഇതെത്രയാണ്? 20, 30, 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 40/2, അതായത് 20 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എ പാർട്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എക്സിനെയും വൈനെയും സെഡിനെയും കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പമാണ്. ഇവിടെ നോക്കൂ, സമവാക്യം 1-ൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 16 ആണ്. ആ 16 ഞാൻ ഇവിടെ കൊണ്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 പ്ലസ് സെഡ് എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? സെഡ് 20 മൈനസ് 16, അതായത് 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സമവാക്യം 1-ഉം ഇതിന് നമുക്ക് സമവാക്യം 4 എന്ന് കൊടുക്കാം. സമവാക്യം 4-ഉം ഉപയോഗിച്ചാൽ 16 പ്ലസ് സെഡ് 20 എന്നും സെഡ് 4 എന്നും കിട്ടും. ഓക്കെ, ഇനി
രണ്ടാമത്തെ സമവാക്യവും നാലാമത്തെ സമവാക്യവും ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? y പ്ലസ് സെഡ് 14 അപ്പൊ ഇവിടെ ഞാൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് എന്തെഴുതി? 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടണം. അപ്പോൾ എക്സ് എന്തായിരിക്കും? 20ൽ നിന്നും 14 കുറച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തേത് സമവാക്യം 1ഉം 4ഉം ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. ഇവിടെ നമ്മൾ സമവാക്യം 2ഉം 4ഉം ഉപയോഗിച്ചിട്ട് എക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സമവാക്യം 3ഉം 4ഉം ഉപയോഗിച്ചാലോ? അപ്പൊ എന്താ കിട്ടുക നോക്കൂ. എക്സ് പ്ലസ് സെഡ് 10. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് സെഡിന് 10, ഇനി അതിൽ ബാക്കിയുള്ളത് y ആണ്. അപ്പൊ 10 പ്ലസ് y എന്ത് വരും? 20 എന്ന് വരും. ഇതിൽ നിന്നും നമുക്ക് y എന്താണ്? 20 മൈനസ് 10. അപ്പൊ എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വില എത്രയാ? 6, വൈയുടെ വില 10, സോറി ഞാൻ ആ സ്ക്രീന് പെട്ടെന്ന് മാറിയതാണ്. എക്സിന്റെ വില 6, വൈയുടെ വില 4, സെഡിന്റെ വില എക്സിന്റെ വില 6 വൈയുടെ വില 10, സെഡിന്റെ വില 4. ഓക്കെ, ഞാൻ സ്പീഡിൽ എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് സ്ക്രീൻ മാറിപ്പോയി. ഇപ്പോൾ ഉത്തരം ശരിയാണ്. അപ്പോൾ നമ്മൾ എക്സും വൈയും കൂട്ടി നോക്കൂ. 6ഉം 10ഉം 16. ഇനി വൈയും സെഡും കൂട്ടി നോക്കൂ. 14. എക്സും സെഡും കൂട്ടി നോക്കൂ. 6ഉം 4ഉം 10. ശരിയാണ്. 3ഉം കൂട്ടി നോക്കൂ. 20. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സമവാക്യ ചോദ്യങ്ങളിൽ ശരിക്കും 2 ചരങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങളും വരാം. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 25 ചോദ്യങ്ങൾ വരെയാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് 26 മുതലുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഒരിക്കൽ കൂടി. താങ്ക് യു.